അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും ചേർന്ന് പറയാവോ? ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ എപ്പോഴാണ് സന്ദർശിക്കുന്നത്? തൻ്റെ ജനം കണ്ണുനീരിലാകുമ്പോൾ, തൻ്റെ ജനം തകർച്ചയിലാകുമ്പോൾ, തൻ്റെ ജനം ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ പോകുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവമക്കൾ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം തൻ്റെ ജനത്തെ വളരെ വേഗം സന്ദർശിക്കാൻ വരുന്നത്. കണ്ണുനീരിലൂടെ, വേദനയിലൂടെ കടന്നുപോയ ആ വിധവയായ സ്ത്രീയെ ദൈവം സന്ദർശിച്ചു. അവളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകിയ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ഇന്ന് ഇവിടെ വചനത്തിൽ വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് സഹനത്തിലൂടെയും നൊമ്പരങ്ങളിലൂടെയും ആണ് കടന്നു പോകുന്നതെങ്കിൽ, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ഹൃദയത്തിൽ ആനന്ദിച്ചു കൊള്ളുക. ദൈവം നിങ്ങളെ സന്ദർശിക്കാനായിട്ട് പോവുക. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ, സഹനത്തിൻ്റെ നൊമ്പരങ്ങളിലൂടെ നീ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക, ദൈവം ഇന്ന് നിന്നെ സന്ദർശിക്കാൻ പോകുകയാ. സഹനത്തിൻ്റെയും തകർച്ചയുടെയും നാളുകളിലാണ് ദൈവം നമ്മളെ വളരെ വേഗം സന്ദർശിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിൻ്റെ നിലവിളിയിലാണ് ദൈവം വളരെ വേഗം ഇടപെടുന്നത്. അതുകൊണ്ടൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ എല്ലാം മറന്ന് ഒന്ന് നിലവിളിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ, സ്വരമുയർത്തി വിളിക്കാമോ? യേശുവേ. പോരാ, ഉണർവോടെ, ശക്തിയോടെ, വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ വിളിക്കാമോ? യേശുവേ. അല്പങ്ങളെ സ്വരമുയർത്തി വിളിക്കാമോ? എന്റെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഉണർവോടെ വിളിക്കട്ടെ. വിടുതൽ ആഗ്രഹിച്ച് വിളിച്ചേ, സൗഖ്യം ആഗ്രഹിച്ച് വിളിച്ചേ, തകർച്ചകൾ വിട്ടുമാറാൻ ആഗ്രഹിച്ചോട് വിളിക്കട്ടെ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. ഇതൊരു വലിയ നിലവിളിയുടെ പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയാണ്. ദൈവമേ വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. ദൈവമേ വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവേ, താമസമില്ല, അടുത്തതിന് വെള്ളം കൂടും, മൂക്കപ്പം, പിന്നെ മൂക്ക് മൂടും, തലമൂടും, ഞാൻ വെള്ളത്തിൽ മുങ്ങും. വെള്ളം ഇപ്പോൾ എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്നാണ് ഇവിടെ നിലവിളിക്കുന്നത്. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. തകർച്ചകളും പരാജയങ്ങളും എൻ്റെ കഴുത്തൊപ്പമായിരിക്കുന്നു. കണ്ണുനീരും സങ്കടങ്ങളും എൻ്റെ ജീവിതത്തെ തകർക്കുന്നു. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. എൻ്റെ കഴുത്തോളം വെള്ളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുകയാ. കാലുറയ്ക്കാത്ത ചേറ്റിൽ താണാൽ ഒരു പ്രശ്നമുണ്ട്. ചെളിക്കുണ്ടിലേക്ക് താണു കഴിഞ്ഞാൽ രക്ഷപ്പെടുക പ്രയാസം. കാരണം ചെളിക്കകത്ത് മാറി മാറി കാലിയോട്ടോ വീണ്ടും വീണ്ടും കാല് താഴുകയാണ്. നമുക്ക് കയറിപ്പോരാൻ ഒരു മാർഗമില്ല. ആരെങ്കിലും നമ്മളെ ആ ചേറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചു രക്ഷിക്കാതെ ഒരു മാർഗമില്ല. ആ ചേറ് നമ്മളെ പൊക്കിയെടുക്കാതെ മറ്റൊരു മാർഗമില്ല. കാരണം ഒരു കാല് നമ്മൾ പൊക്കിയൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം, മറ്റേ കാലിന് ബലം കൊടുക്കും, അത് ചേറിലേക്ക് താഴും. അന്ന് അടുത്ത വെള്ളത്തിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടും, ചേറിനകത്ത് താഴുകയാണ്. രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളുമൊക്കെ അസ്തമിച്ച് എല്ലാം തകർന്ന ഒരവസ്ഥ എന്ന് പറയാം. അതിന് വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എൻ്റെ ദൈവമേ. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. സംഗീതകൻ പറയുകയാണ്, ജലമിപ്പോൾ എൻ്റെ മേൽ കവിഞ്ഞൊഴുകിയ കഴുത്തൊപ്പമായിരുന്ന വെള്ളം ഇപ്പോൾ എൻ്റെ തലയ്ക്ക് മീതെ ഒഴുകുന്നു. എൻ്റെ കാലുകൾ ചേറിൻ്റെ ഉള്ളിൽ താന്നിരിക്കുന്നു. കാലുകൾ ചേറിനകത്ത് താന്നു. കഴുത്തൊപ്പമുണ്ടായിരുന്ന വെള്ളമിതാ ശിരസിൻ്റെ മീതെ വെള്ളം കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. സങ്കീർത്തകൻ നിലവിളിക്കുകയാ, വെള്ളത്തിൻ്റെ അടിയിൽ ചേറിൽ താന്ന അവസ്ഥ. എന്നിട്ട് അവിടെ പറയുന്നു, എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് ഞാൻ തളർന്നു. ദൈവത്തെ കാത്തിരുന്ന് ഞാൻ തളർന്നു. എന്നെ എതിർക്കുന്ന ശത്രുക്കൾ, എന്നെ കാരണം കൂടാതെ എതിർക്കുന്ന ശത്രുക്കൾ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. നമ്മുടെ ശിരസിൽ എന്തരം മുടിയുണ്ടെന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുകയാണ്, എൻ്റെ ശത്രുക്കൾ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എനിക്കെതിരെ നുണ പറയുന്നവരും എന്നെ ആക്രമിക്കുന്നവരും പ്രബലന്മാരാണ്. വെള്ളം എൻ്റെ ശിരസിന്റെ മീതെ കവിഞ്ഞൊഴുകുന്നു. ഈ വലിയ ഒരു പ്രതിസന്ധിയിൽ ദൈവമേ എന്നെ രക്ഷിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ. ചേറിൽ താഴുമ്പോൾ, തലയ്ക്ക് മീതെ വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ, തലമുടി ഇഴകളേക്കാൾ കൂടുതൽ ശത്രുക്കൾ നമുക്ക് ചുറ്റും പാളയമടിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ ദൈവം മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. എൻ്റെ യേശു മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. ഹല്ലേലൂയ. കർത്താവേ എന്നെ രക്ഷിക്കണമേ. ദൈവമേ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ശിരസിൻ്റെ മീതെ വെള്ളം കവിഞ്ഞൊഴുകുന്നു. എൻ്റെ ശത്രുക്കൾ എൻ്റെ ചുറ്റിലുമുണ്ട്. എന്നെ രക്ഷിക്കണമേ. ഇവിടെ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ.
സങ്കീർത്തനം 77:15. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ, യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു. അവിടുത്തെ കരം യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു. കർത്താവിന്റെ കരം നിന്നെ രക്ഷിക്കാൻ പോകുക. കർത്താവിന്റെ കരം ആഴിയുടെ അഗാധങ്ങളിൽ നിന്ന്, തകർച്ചയുടെ പരാജയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ കൈപിടിച്ചു എത്തുവാനായിട്ട് പോവുക. ഹല്ലേലൂയാ. കരമുയർത്തി യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന. അല്പസ്വരമുയർത്തി വിളിക്കാമോ? വെള്ളി വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സങ്കീർത്തനം 18:16. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. ഹല്ലേലൂയാ. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി കർത്താവ് നിന്നെ പിടിക്കും, പെരുവെള്ളത്തിൽ നിന്ന് കർത്താവ് നിന്നെ പൊക്കിയെടുക്കും. നീ എത്ര വലിയ ചേറ്റിന്റെ ഉള്ളിൽ താണാലും കർത്താവ് നിന്നെ കയ്യെ പിടിച്ചു പൊക്കിയെടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ചേറ്റിൽ മുങ്ങിത്താടുവാൻ, വെള്ളത്തിൽ മുങ്ങിത്താടുവാൻ, തകർച്ചകളിൽ അവസാനിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അവിടുന്ന് ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി നിന്നെ പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. സകല തകർച്ചകളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കർത്താവ് നിന്നെ പൊക്കിയെടുക്കും. നിന്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം ഉണ്ട്. നീ നിലവിളിക്കുമ്പോൾ, ഹൃദയം നൊന്ന് കരയുമ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് വാതിലുകൾ തുറക്കാൻ പോകുക. നീ ഒന്ന് കരഞ്ഞു നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അനുഗ്രഹത്തിൻ്റെ പെരുമഴ കർത്താവ് നിന്റെ മേൽ ചൊരിയും. ഞാൻ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, അതിന് കർത്താവ് വളരെ വേഗം ഉത്തരം തരുന്നവനാണ്. നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ വീണ് നീ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. കർത്താവെ, കൈവിട്ടുപോയി, എല്ലാം തകർന്നു, നീ താങ്ങിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാവും. കർത്താവെ, നീ എന്നെ താങ്ങണം, നീ എന്നോട് കരുണ കാണിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് ആര് നിലവിളിക്കുന്നോ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. പെരുവെള്ളത്തിൽ നിന്ന് അവൻ കൈനീട്ടി, പെരുവെള്ളത്തിൽ നിന്ന് അവൻ കൈനീട്ടി അവരെ പൊക്കിയെടുത്തു രക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ നിലവിളിക്ക് കർത്താവ് ഉത്തരം നൽകും. വിധവയുടെ കണ്ണുനീരിന് ഉത്തരം നൽകിയ ദൈവം, അവരുടെ സങ്കടമേറ്റെടുത്ത ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം നൽകും. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. നിന്റെ കണ്ണുകളിൽ നിന്ന് അവിടുന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കും. നിന്റെ കണ്ണുനീരിന്, പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നേ കർത്താവയ്ക്കൂ. നിലവിളി കേൾക്കുന്നവനായ ദൈവം ഇവിടെയുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്നൊന്ന് വിളിച്ച് നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തട്ടെ, നിന്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തട്ടെ. യേശുവോട് പറഞ്ഞേ, എൻ്റെ കടബാധ്യത ഏറ്റെടുക്കണം, രോഗം ഏറ്റെടുക്കണം, പരാജയങ്ങളും തകർച്ചകളും ഏറ്റെടുക്കണം. യേശുവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭാവി നീ ഏറ്റെടുക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, കണ്ണുനീര് കാണണമേ. യേശുവേ, ഞാൻ നിലവിളിക്കുന്നു, എൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകണമേ. യേശുവേ, 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 എൻ്റെ കണ്ണുനീര് കാണണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സന്തോഷല്ലേ? എന്താ പേര്? ബിബിന്ന, പഴയരിക്കണ്ട ഇടവക. ഞാൻ കഴിഞ്ഞ ജൂലൈ മാസം 13-ാം തീയതി
കിണറിൻ്റെ പണി കഴിഞ്ഞ് കയറി വരുന്ന ഭാഗത്ത് മണ്ടയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കയ്യിൽ ബലമില്ലാതായിപ്പോയി. വടത്തേക്കൂടെയായിരുന്നു ഞാൻ കയറിക്കൊണ്ടിരുന്നത്. ഏറ്റവും സ്പീഡിൽ ഇറങ്ങുകയും ഏറ്റവും സ്പീഡിൽ കയറുകയും ചെയ്യുന്ന പണിക്കാരനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പം എൻ്റെ വലത്തെ കൈ വടത്തെ മുറുകാതെ വന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ പണിയുന്ന ഏട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ കൈ മുറുകുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ബിബി ബിബി എന്നാണ് അവരെന്നെ വിളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, ബിബി നീ അവിടെ നിന്നു, ഞങ്ങൾ കൊട്ട ഇറക്കി തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് കൊട്ടയെടുക്കാൻ വേണ്ടി തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇടത്തെ കയ്യെ കൂടെ തന്നെ ഊർന്ന് കിണറ്റിലേക്ക് പോയി. ഒരു 50 അടി താഴ്ചയുള്ള ഒരു കിണറായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിച്ച് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫയർഫോഴ്സ് വന്നു, എന്നെ കയറ്റി ചാഴിയാട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അന്ന് രാത്രി 10 മണിയായപ്പോഴത്തേനും അവർ എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നട്ടലിന് പൊട്ടലുണ്ട്. സുഷുമ്നാനാടിയായിട്ട് പൊട്ടാൻ 1 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഓപ്പറേഷൻ ചെയ്തു. ആദ്യം അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ഡോക്ടർ പപ്പായോടും മമ്മിയോടും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഈ അപകടമുണ്ടായതിനു ശേഷം ഓപ്പറേഷൻ പൂർണ്ണമായിട്ട് കിടപ്പിലായിപ്പോ, നട്ടല് പൊട്ടി പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു. അവരെന്നോട് പറഞ്ഞ് 20% അവർക്ക് പ്രതീക്ഷയുള്ളൂ, ഞാൻ ഏറ്റ് നടക്കുമെന്നോ അല്ല ഏറ്റിരിക്കുമെന്നോ അവർക്കൊരു പ്രതീക്ഷയുള്ളൂ. 20% പ്രതീക്ഷയുള്ളൂ. പൂർണ്ണമായിട്ട് തളർന്നു പോയിരുന്നു, നട്ടല് പൊട്ടിയിട്ട് അരക്കി കിഴിപ്പട്ടല്ലേ. ഇതിന്റെ പൊട്ടലിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നു പോയ വ്യക്തിയാണ്. എന്നെ തൊട്ടാലൊന്നും എനിക്ക് അറിയത്തില്ല. അവരെ ലാസ്റ്റ് ഞുള്ളി നോക്കി, അന്നേരം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിൽസൻ്റെ എന്ന് പറഞ്ഞ സാറ് ആയിട്ട് നല്ല പരിചയമുണ്ട്. ആ സാറ് എൻ്റെ മേത്ത് വന്നിട്ട് ഞുള്ളി നോക്കി. അപ്പോൾ ഒരു കറണ്ട് അടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പം സാറ് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ, നീ റെഡിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് എനിക്ക് തന്ന ധൈര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എത്ര മാസം ആശുപത്രി കിടന്നു? ഞാൻ 1 മാസത്തോളമാണ് ആശുപത്രി കിടന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞുള്ള അനുഭവം എന്തായിരുന്നു? അത് കഴിഞ്ഞ് എനിക്ക് യൂറിൻ പോവുകയില്ലാത്തതുകൊണ്ട് ബാഗ് ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ പല പല പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഏകദിന കൺവെൻഷൻ അന്ന് വരുമ്പോൾ എനിക്കൊന്നൊന്ന് ബാഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് അന്നത്തെ ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്തു. സൗഖ്യ പ്രാർത്ഥന എൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്നുണ്ടായ അനുഭവം ഒന്ന് പറയാമോ? അന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കാനോ അല്ല കണ്ണടച്ചൊരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റിയല്ല. അന്നേരം വീണ് പോകും. അന്നേരം ഞാൻ പുറകോട്ട് മറിഞ്ഞു അല്ല ഫ്രണ്ടിലേക്ക് മറിഞ്ഞു പോകും. അപ്പോൾ ആരാധനയുടെ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഈശോയെ നിൻ്റെ പ്ലാനും പദ്ധതി എന്നെ നിറവേറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു പ്രതീക്ഷ, ഞാൻ വീഴുന്നില്ല. എന്തോരം ഞാൻ കണ്ണടച്ച് നിന്നിട്ടും വീഴുന്നില്ല. കരമടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. അന്നത്തെ ഏകദിന കൺവെൻഷന്റെ ആരാധനയിൽ ഈ മകൻ കണ്ണടച്ചു എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, വീണില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ധൈര്യം കിട്ടിയ അവസ്ഥയായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബ്രദറ് നട്ടലിന് സൗഖ്യപ്പെടുത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു. മെസ്സേജ്, കർത്താവിന്റെ സന്ദേശം, നട്ടല് സൗഖ്യമാക്കുന്ന സന്ദേശം ആരാധനയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം വന്നു. പിന്നെ ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രദറിനെ കണ്ടെന്ന് ചോദിക്കാന്ന് ഓർത്താണ് ബ്രദറിന്റെ അടുത്ത് വന്നേ. അപ്പം ബ്രദർ പറഞ്ഞു വടിയില്ല, നടക്കാൻ പറഞ്ഞു. അന്നൊരു വടി കുത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ വടി മേടിച്ചു നടന്നോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാനങ്ങ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണു. അപ്പം ബ്രദർ പറഞ്ഞു, അടുത്ത് വന്നിട്ട് പറഞ്ഞു നിന്റെ ഭയം കാരണമാണെന്ന് പറഞ്ഞു. അതിന് പ്രാർത്ഥന പറഞ്ഞു തന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ നടക്കാൻ തുടങ്ങി. പിന്നീട് കാലിന് മരപ്പൊക്കെ ഉണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞു വടി ഇനി ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വടി ഉപയോഗിച്ചില്ല. മുട്ടിന് താഴോട്ട് മൊത്തം മറിച്ചിരിക്കും എപ്പോഴും. അപ്പം എനിക്ക് കാലിനൊരു ബലമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാലിന് ബലം മരയിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ആളും നടക്കുന്നുണ്ട്, വീഴുന്നില്ല, ഒരു കുഴപ്പമില്ല. കർത്താവിന്റെ പ്രവൃത്തിയാണിത്. പ്രൈസ് ദി ലോർഡ്. നടുവിന് വേദന ഉണ്ടോ? നടുവിന് വേദന ഉണ്ട്. അത് പയ്യെ മാറുള്ളെന്ന് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. ഈ പ്രാവശ്യം 24-ാം തീയതി ഈ കഴിഞ്ഞ മാസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിൽസൻ്റെ എന്ന് പറഞ്ഞ സാറ് എന്നെ പഴയ എക്സ്റേ ഒക്കെ എടുത്ത് കാണിച്ചു കമ്പ്യൂട്ടറിൽ. എന്നിട്ട് അത് സൂം ചെയ്ത് കാണിച്ച് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു നീ സ്റ്റെയർ കേസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. അന്നേരം ഇത് നിൻ്റെ സ്റ്റെയർ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നട്ടലിൽ പൊട്ടിയത് സ്റ്റെയർ കേസിൻ്റെ അതേ മോഡൽ എന്നെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് അന്നെടുത്ത് എന്നെ കാണിച്ചു. അന്നേരം അത് കറക്റ്റ് ലെവലായിട്ട് കത്തിക്കൂടിയിട്ടുണ്ട്.
അപ്പം സാറ് പറഞ്ഞു 1.5 വർഷം കഴിയുമ്പം നമുക്ക് കമ്പിയൊക്കെ എടുത്ത് കളയാം. 1 വർഷം കഴിയുമ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടമുണ്ട്. അതിപ്പോൾ ഓടിക്കുന്നുണ്ടോ? ഓടിക്കുന്നില്ല. 1 വർഷം കഴിഞ്ഞ് ഓടിച്ചോളാൻ പറഞ്ഞു. ഈ വരുന്ന 13-ാം തീയതി 1 വർഷമാവും. കർത്താവിന് നന്ദി. അന്നത്തെ ആരാധനയിൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനമാണ്. ഈ മകന് നടക്കാനുള്ള ഒരു കൃപ കർത്താവ് നൽകി. നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഇനി എല്ലാവരും ഒന്ന് കരമെടുത്ത് പിടിച്ച് ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങളെല്ലാവരും മനസ്തുതിച്ച് ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ കാലിൻ്റെ മരവിപ്പൊക്കെ വിട്ടുമാറട്ടെ. യേശുവെ അങ്ങ് സ്പർശിക്കണമേ. ഹല്ലേലൂയ. നടുവിന് പൂർണ്ണമായി ഒക്കെ ലഭിക്കട്ടെ. വേദന വിട്ടുമാറട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി. ഹല്ലേലൂയ. കർത്താവെ കരുണയോടെ സ്പർശിക്കണമേ. പിതാവെ നന്ദി. ആമേൻ. ആ കാലൊക്കെ ഒന്ന് വരച്ചു കൊടുങ്ങി. നന്നായിട്ട് മറ്റേ കാലോട് ഒന്ന് വരച്ചു കൊടുങ്ങി. ഇനി ഒന്ന് ഉറപ്പിച്ചു കിടന്നേ. ഉറപ്പിച്ചു കിടക്കട്ടെ. ഇപ്പൊ കാലിന് എന്താ അനുഭവപ്പെടുന്നു? ഇപ്പൊ മരപ്പ് കുറവുണ്ട്. ഹല്ലേലൂയ. കരമൊന്ന് അടിക്കുന്നേ. കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. കുനിയാൻ പ്രയാസം വരുന്നു? കുനിയുമ്പോ നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നു. കുനിഞ്ഞ്. യേശുവേ നന്ദി. വേദന ഉണ്ടോ? ഇപ്പം വേദന മാറി. കരമടിച്ചേ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഒന്നുകൂടെ കുനിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കാലൊക്കെ ഒന്ന് ചലിപ്പിച്ചേ. കരമടിച്ചു. കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവിന്റെ സാക്ഷി ആയിരിക്കണം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടിയിട്ട് വേല ചെയ്യാൻ ഇപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഉഴപ്പൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്ന പോലെ രീതിയിലാണ് ഞാൻ ജീവിച്ചത്. ഇങ്ങനെ ഞാൻ വീണ് കഴിഞ്ഞ് ഞാൻ ഒത്തിരി രോഗികളെ കണ്ട്. എന്നെപ്പോലെ കിടക്കുന്ന എൻ്റെ അത്ര ഒന്നും പറ്റാതെ അവർ എൻ്റെ അവസ്ഥയെ തന്നെ ഇപ്പോഴും കിടക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോഴും ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്നെക്കാളും കൂടുതൽ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ജ്വാലയാ റൂഹായി വരേണമേ. തീജ്വാലയാ റൂഹായി വരേണമേ. ആത്മാവിൽ നിറയേണമേ. അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയേണമേ. അഭിഷേകം ചെയ്യണമേ. റൂഹായി വരേണമേ. അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ. അഭിഷേകം ചെയ്യണമേ.